അന്ധവിശ്വാസത്തിന്റെ പല വേർഷം കണ്ടിട്ടുണ്ട്. പക്ഷേ ബ്യൂട്ടി പാർലറിൽ പോയി പുട്ടിയിട്ട് വരുന്ന ശാന്തമ ദൈവം, ആ ദൈവത്തിനെ ആരാധിക്കുന്ന കുറച്ച് ആൾക്കാർ ഈ ഒരു കൊച്ചു കേരളത്തിലാണോ ഇതൊക്കെ നടക്കുന്നത്? ഇത് കണ്ടപ്പം തന്നെ എനിക്ക് അത്ഭുതം തോന്നി. നിങ്ങളൊന്ന് കേട്ടു നോക്കിയേ. തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. സാറിന്റെ ആ ITV ന്യൂസിനകത്ത് ഞാൻ ഇപ്പൊ പല പ്രാവശ്യം കണ്ടു ഈ ശാന്തമ്മ ദൈവത്തിന്റെ കാര്യം പറയാനേ. ഞാൻ ആ ശാന്തമ്മ ദൈവത്തിന്റെ അവിടെ പോയ ഒരാളാണ്. ഏത് സഭാംഗമായിരുന്നു? ഞാൻ RC ആയിരുന്നു, റോമൻ കത്തോലിക്. എങ്ങനെ ഇവിടെ ചെന്ന് പെട്ടത്? ഞങ്ങൾ രണ്ടുപേരും ബോംബെയിലായിരുന്നു. ഞങ്ങൾ അവിടുത്തെ ജോലി വിട്ടിട്ട് നാട്ടിൽ വന്നപ്പോഴും എന്റെ അമ്മയും സഹോദരങ്ങളൊക്കെ വർഷങ്ങൾ കൊണ്ട് 10-30 വർഷം കൊണ്ട് ഇതിനകത്താ പോകുന്നത്. അവർ നിർബന്ധിച്ച് ഞങ്ങളെ കൂടെ ഇവിടെ ദൈവം വന്നിട്ടുണ്ട്, യഥാർത്ഥ ദൈവ സത്യദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ വിളിച്ചോണ്ട് പോയി. അങ്ങനെ ഞങ്ങൾ അവിടെ പോയപ്പോൾ ഒത്തിരി ക്ലാസ്സുകളൊക്കെ എടുത്തു. ഡോക്ടേഴ്സും വലിയ കൂടിയ എഞ്ചിനീയേഴ്സും വലിയ ഇതായിട്ടുള്ള ആൾക്കാരൊക്കെയാണ്. അപ്പൊ ഞങ്ങൾ മക്കളില്ലാത്തവരാണ്. യഥാർത്ഥ ദൈവം ഭൂമിയിലുള്ളപ്പോൾ അവിടെ പോയാൽ ഞങ്ങൾക്ക് മക്കളൊക്കെ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവിടെ പോകാൻ തുടങ്ങി. ശാന്തമ്മ ഞാൻ ഒരുപാട് പ്രാവശ്യം കണ്ടു. ശാന്തം പറഞ്ഞു, നിങ്ങൾ ഇതിൽ നിൽക്കുവോ, എത്ര നാളെ പിടിച്ചു നിൽക്കാൻ വലിയ പാട. അവിടെ കൊണ്ടുവന്ന് നോട്ട് കെട്ട് ഇടണമെന്ന് അവിടെ ഉള്ളവർ പറഞ്ഞു. എത്രയും ഇടാവോ അത്രയും മാക്സിമം ഇടണം, ദൈവം ഭൂമിയിൽ നിൽക്കുക. ഞങ്ങൾ ഈ പാവപ്പെട്ടവരുടെ പൈസ നോട്ട് കെട്ടിട്ട് വേണം ദൈവത്തിന് കഴിയാൻ ചോദിക്കാൻ വരുന്നു. അങ്ങനെയൊന്നും അവിടെ ചോദിക്കാൻ ഈ ദൈവം ഉടായിപ്പാന്ന് എപ്പോഴാണ് മനസ്സിലായത്? ഉടായിപ്പാന്ന് ഇവരുടെ ഈ വസ്ത്രധാരണ, ഈ രണ്ട് സൈഡിലും കുറെ പെണ്ണുങ്ങൾ നിന്നിട്ട് ഇവർ കിടക്കുന്ന മുറിയിൽ നിന്ന് കഷമില്ലാത്ത നൈറ്റി ഇട്ടോണ്ട് വന്നിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രസ്സുകൾ എല്ലാം പകുതി അവിടെ ഇവിടെ ഒക്കെ കാണിക്കുന്ന ഇട്ടോണ്ട് വണ്ടിക്കകത്ത് കയറ്റി പട്ടത്ത് ഇവർക്ക് ഒരു ബ്യൂട്ടി പാർലർ ഉണ്ട്. അവിടെ കൊണ്ടുപോയിട്ട് ഐഷാഡോ, ഐലൈനർ, മസ്കാര എല്ലാം ഇതും വെച്ച് കാത് നിറയെ കമ്മലിട്ട്, മൂക്കൂത്തിയിട്ട്, കൊലുസിട്ട്, മിഞ്ചിയിട്ട്, എന്നിട്ട് തിരുപ്പനെല്ലാം വെച്ചിട്ട് താഴെ വരെ പൂവും മുല്ലപ്പൂവൊക്കെ വെച്ചിട്ട് ആൾക്കാർ വഴി നടന്നു പോകാൻ വേണ്ടി ഇടും. അവർ വരുമ്പോൾ